നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. ഉച്ചവാർത്തയിലേക്ക് വിശദമായി വിമാന ദുരന്ത വാർത്തകളിലേക്കാണ് ആദ്യം. മധ്യപ്രദേശിൽ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ തകർന്നു വീണു. ഗ്വാളിയോർ എയർബേസിലെ അഭ്യാസ പ്രകടനത്തിന് ഇടെയാണ് അപകടം. സുഖോയ് 30 മിറാഷ് വിമാനങ്ങളാണ് തകർന്നത്. വ്യോമസേന അന്വേഷണം പ്രഖ്യാപിച്ചു. അതേസമയം രാജസ്ഥാനിലെ ഭരത്പൂരിൽ ചാർട്ടേഡ് വിമാനവും തകർന്നു വീണു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. നിതിൻ, ഈ രണ്ട് അപകടവും സംബന്ധിച്ച വിശദാംശങ്ങൾ. ഉന്മേഷ്, മണിക്കൂറുകൾ ഇടവിട്ടാണ് രണ്ടിടത്തും ഇത്തരത്തിൽ അപകടമുണ്ടായത്. മധ്യപ്രദേശിലെ ഗ്വാളിയർ എയർബേസിൽ നിന്നും പുറപ്പെട്ട രണ്ട് യുദ്ധവിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. രണ്ട് പൈലറ്റുമാരെ ഇപ്പോൾ സുരക്ഷിതരാണ് ഏറ്റവും ഒടുവിലായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. അതോടൊപ്പം തന്നെ മധ്യപ്രദേശിലെ മൊറേനിലാണ് ഇത്തരത്തിൽ വിമാനം തകർന്നു വീണത്. സുഖോയ് 30 അതോടൊപ്പം തന്നെ മിറാഷ് 2000 എന്നീ വിമാനങ്ങളാണ് തകർന്നു വീണത്. ഇതിലെ 3 പൈലറ്റുമാരായിരുന്നു ഉണ്ടായത്. ഇവരെല്ലാം തന്നെ ഇപ്പോൾ സുരക്ഷിതരാണെന്ന് മനസ്സിലാക്കുന്നു. ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. പ്രദേശവാസികളും അതോടൊപ്പം തന്നെ പോലീസിനും നേതൃത്വത്തിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ നേരിട്ട് ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനം വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വ്യോമസേന അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാജസ്ഥാനിലും തകർന്നു വീണത് വ്യോമസേനയാണ് വിമാനമാണെന്നൊരു റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. അതിലൊരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ആഗ്രയിൽ നിന്ന് പുറപ്പെട്ട ചാർട്ടേഡ് വിമാനമാണ് രാജസ്ഥാനിൽ തകർന്നു വീണതെന്നാണ് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അവിടെയും ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. എന്തായാലും രണ്ടിടത്തും ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രണ്ടിടത്തും മറ്റു തരത്തിലൊരു ആളപായം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് മണിക്കൂറുകൾ ഇടവിട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ഭരത്പൂർ ജില്ലാ കളക്ടറാണ് രാജസ്ഥാനിലെ അപകടവുമായി സംബന്ധിച്ച വിവരങ്ങൾ ആദ്യം പുറത്തുവിട്ടത്. അത് വിമാനമാണോ ഹെലികോപ്റ്ററാണോ അപകടത്തിൽപ്പെട്ടത് ഒരു സംശയം ആദ്യമുണ്ടായിരുന്നു. ഒരു പ്രദേശത്ത്, അതായത് ഭരത്പൂർ എന്ന സ്ഥലത്ത് വെച്ച് വലിയ പുക ഉയർന്നു കണ്ടുകൂടിയാണ് ആളുകൾക്കെല്ലാം തന്നെ ഇതൊരു വിമാന അപകടം എന്ന തരത്തിലേക്ക് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. എന്തായാലും ഭരത്പൂരിലെ സാവേർ പോലീസ് സ്റ്റേഷനിലെ നഗ്ലാവീസ എന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ രാവിലെ വിമാനം തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വിമാനത്തിന് തീപിടിച്ച് സ്ഫോടനവും ഉണ്ടായി. എന്തായാലും ഗ്രാമത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഭരത്പൂരിൽ വിമാനം അപകടമുണ്ടായത്. പൈലറ്റ് രക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. ഈ രണ്ട് അപകടങ്ങളിലും ആളപായം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും വ്യോമസേന അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് രാജസ്ഥാനിലെ അപകടത്തിൽപ്പെട്ടതും വ്യോമസേന വിമാനമാണ് ഒരു വിവരം ഇപ്പോൾ ലഭിക്കുന്നത്. അതിന്റെ എല്ലാം തന്നെ സ്ഥിരീകരണം അല്പസമയത്തിനുള്ളിൽ ലഭിക്കും. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രതികളെ പിടിക്കാൻ തോക്കെടുത്ത് പോലീസ്. അടൂർ റെസ്റ്റ് ഹൌസിൽ പൂട്ടിയിട്ട് യുവാവിനെ മർദ്ദിച്ച കേസിലെ പ്രതികൾക്ക് നേരെ വെടിയുതിർത്ത് പോലീസ്. അന്വേഷണ സംഘത്തിന് നേരെ വടിവാൾ വീശി ഭീഷണിപ്പെടുത്തിയ പ്രതികൾ കായലിൽ ചാടി രക്ഷപ്പെട്ടു. കേസിലെ മറ്റൊരു പ്രതിയായ ലിബിൻ ലോറൻസിനെ പോലീസ് പിടികൂടി. കാപ്പ ചുമത്തിയവരും ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരുമാണ് പ്രതികളെന്ന് പോലീസ് വ്യക്തമാക്കി. കൊച്ചിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ലിബിൻ വർഗീസിനെ അടൂരിലെ റെസ്റ്റ് ഹൌസിലെത്തിച്ച് മർദ്ദിക്കുന്നതിന് മുൻപ് പ്രതികൾ കുണ്ടറയിലെ കായൽ തീരത്തെത്തിച്ച് അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു. കേസിലെ പ്രതികൾ കുണ്ടറയിലുണ്ടെന്ന് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് കൊച്ചിയിൽ നിന്ന് അന്വേഷണ സംഘം പ്രതികളെ പിടികൂടാനായി എത്തിയത്. എന്നാൽ പോലീസിനെ കണ്ടതും പ്രതികൾ കയ്യിലുണ്ടായിരുന്ന വടിവാൾ വീശി ഭീഷണിപ്പെടുത്തി. പ്രതികളെ പിടികൂടാൻ പോലീസ് 4 റൗണ്ട് വെടിയുതിർത്തു. പ്രതികളായ ആന്റണി ദാസ്, ലിയോ പ്ലാസിഡ് എന്നിവർ പോലീസിനെ ഭീഷണിപ്പെടുത്തി കായലിൽ ചാടി രക്ഷപ്പെട്ടു. കേസിലെ മറ്റൊരു പ്രതിയായ ലിബിൻ ലോറൻസിനെ പോലീസ് പിടികൂടി. പ്രതിയായ ആന്റണി ദാസിനെതിരെ കാപ്പ ചുമത്തിയിരുന്നു. ഒളിവിൽ പോയ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കേസിൽ നേരത്തെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 24 കൊച്ചി. ജോഡോ യാത്ര കശ്മീരിൽ. കശ്മീരിൽ സുരക്ഷാ വീഴ്ചയെ തുടർന്ന് നിർത്തിവെച്ച ഭാരത് ജോഡോ യാത്ര പുനരാരംഭിച്ചു. അവന്തിപ്പുരയിൽ നിന്ന് ആരംഭിച്ച യാത്രയ്ക്ക് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ഭാരത് ജോഡോ യാത്രയ്ക്ക് മതിയായ സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചു. രാഹുലിനൊപ്പം പ്രിയങ്ക ഗാന്ധിയും ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്.
അവന്തിപുരയിൽ നിന്ന് പാമ്പോറിലേക്ക് 20 കിലോമീറ്ററാണ് ഇന്നത്തെ യാത്ര. ഭീകരാക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന മേഖലയാണിത്. യാത്ര കടന്നുപോകുന്ന റോഡിന് ഇരുവശത്തും ജമ്മുകശ്മീർ പോലീസിന്റെ വിന്യാസമുണ്ടാകും. കൂടുതൽ CRPF ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. പ്രശ്നസാധ്യതാ മേഖലകളിൽ വാഹനത്തിൽ പോകാനാണ് തീരുമാനം. PDP നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മെഹബൂബ മുഫ്തിയും യാത്രയുടെ ഭാഗമാകും. ഇന്നും വലിയ ജനക്കൂട്ടമാണ് രാഹുലിനൊപ്പം ചേർന്നത്. അടുത്ത 2 ദിവസവും ശ്രീനഗറിലെ സമാപന ചടങ്ങിലും വലിയ ജനക്കൂട്ടത്തെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. നിരവധി മുതിർന്ന കോൺഗ്രസ് നേതാക്കളും മറ്റ് പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും സമാപന ചടങ്ങിൽ പങ്കെടുക്കും. ഇന്നലെ ജനക്കൂട്ടം ഇരച്ചെത്തിയതിനെ തുടർന്ന് കശ്മീരിലെ ബനിഹാലിൽ വെച്ച് ഭാരത് ജോഡോ യാത്ര താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് ഇന്ന് ഈ യാത്ര പുരോഗമിക്കുന്നത്. അങ്ങനെയാണെങ്കിലും വലിയ ജനസഞ്ചയത്തെ ആകർഷിക്കാൻ ഈ യാത്രയ്ക്ക് സാധിച്ചിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് തങ്ങൾ ഈ യാത്രയിലൂടെ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ ആശയങ്ങൾ അത് പ്രതിഫലിപ്പിക്കുന്നു എന്നതിന്റെ തെളിവായി ഈ ജനക്കൂട്ടത്തെ കോൺഗ്രസ് വ്യാഖ്യാനിക്കുകയാണ്. 30-ാം തീയതിയാണ് യാത്ര ശ്രീനഗറിൽ അവസാനിക്കുക. ക്യാമറമാൻ മോഹൻകുമാറിനൊപ്പം ജമ്മുകശ്മീരിലെ ലത്പോരയിൽ നിന്നും R. രാധാകൃഷ്ണൻ, 24. LDF-ൽ കൂടിയാലോചനയില്ല എന്ന പരസ്യ വിമർശനവുമായി KB ഗണേഷ് കുമാർ MLA. പല വിഷയങ്ങളിലും ചർച്ചകൾ ഉണ്ടാകുന്നില്ല. വികസന രേഖ അംഗീകരിക്കുന്ന കാര്യത്തിലും ചർച്ചയുണ്ടായില്ല. അഭിപ്രായങ്ങൾ 2 മാസം മുൻപ് എഴുതി വാങ്ങുക മാത്രമാണ് ചെയ്തത്. റോഡ് നിർമ്മാണത്തിലുൾപ്പെടെ കാലതാമസമുണ്ടെന്നും വിമർശനം. അതാണ് പറഞ്ഞത്, ഒരു ചർച്ചകൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ തുറന്നു പറയേണ്ട മടിക്കേണ്ട കാര്യം എന്താ? ഒരു അജണ്ടയുമായി വരുമ്പോൾ ആ അജണ്ട വായിച്ച് നടപടിയെടുക്കുന്നത് നല്ല കാര്യമാണ്. ഒരു മീറ്റിങ്ങിൽ ഒരു അജണ്ട വേണം. അത് പക്ഷെ ആ അജണ്ടയിൽ ചിലപ്പോൾ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ വന്നാൽ ഒരു ഔട്ട്സൈഡ് അജണ്ട വരാം. അതെല്ലാ ജനാധിപത്യ സംവിധാനത്തിലും ചർച്ച വേണം. ഇപ്പൊ ഞങ്ങൾക്ക് ഇന്നത്തെ മീറ്റിങ്ങിന് ഞങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട്. അതെല്ലായിടത്തും ഉണ്ടല്ലോ. ആ അജണ്ടയിൽ ഇല്ലാത്തൊരു വിഷയം ഒരു ജില്ലാ പ്രസിഡന്റോ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമോ ഉന്നയിച്ചാൽ നമ്മൾ ചർച്ച ചെയ്യത്തില്ലേ? അത് വേണം. അത്തരത്തിലുള്ള ചർച്ചകൾ വേണം. സലീം മാലിക്കാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്തും ചേരുന്ന. സലീം, എന്താണ് KB ഗണേഷ് കുമാറിന്റെ വിമർശനം? ഉന്മേഷ്, നേരത്തെ തന്നെ KB ഗണേഷ് കുമാർ മുന്നണി യോഗത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെയും പൊതുമരാമത്ത് വകുപ്പിനെയും വിമർശിച്ചിരുന്നു. ഒപ്പം തന്നെ മുന്നണിയിൽ പല കാര്യങ്ങൾക്കും വേഗത കുറവുണ്ട് എന്ന ഒരു വിമർശനം മുന്നണി യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. അതിനുശേഷം പരസ്യ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായതുമില്ല. പക്ഷേ ഇന്ന് പരസ്യമായി തന്നെ LDF-നെ സംബന്ധിച്ച് വിവിധ വിമർശനങ്ങൾ ഗണേഷ് കുമാർ ഉന്നയിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുന്നണിയിൽ കൂടിയാലോചനകൾ ഇല്ല എന്നുള്ളതാണ്. LDF-ൽ വിവിധ പദ്ധതികൾ വളരെ കാലതാമസം നേരിടുന്നുണ്ട്. പ്രത്യേകിച്ചും പഞ്ചായത്ത് തലത്തിൽ പോലും റോഡ് പണികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വേഗത കുറവുണ്ട്. തനിക്ക് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ ഭയമില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ വിമർശനങ്ങളൊക്കെ നടത്തുന്നത്. തുറന്നു പറഞ്ഞതിന്റെ പേരിൽ തനിക്ക് ഒരു സ്ഥാനവും ലഭിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നതുൾപ്പെടെ കടുപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് വിവിധ വിഷയങ്ങളിൽ ഗണേഷ് കുമാർ വിമർശനവുമായി രംഗത്തെത്തിയത്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ ചിലവ് കുറയ്ക്കണം എന്ന ഒരു വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി ഉള്ള സമയത്ത് ചിലവ് കുറച്ചു തന്നെ പൈസ വരവ് കുറയുമ്പോൾ ചിലവും കുറയ്ക്കണമെന്ന തരത്തിലുള്ള വിമർശനമാണ് ഗണേഷ് കുമാർ ഉന്നയിച്ചത്. സലീം മാലിക്, തിരുവനന്തപുരത്ത്. അഭിഭാഷകൻ സൈബി ജോസ് കിടങ്ങൂർ ഹാജരായ കേസിൽ പ്രതികളുടെ ജാമ്യ ഉത്തരവ് തിരിച്ചുവിളിച്ച് ഹൈക്കോടതി. 2 കേസുകളിലാണ് ഹൈക്കോടതിയുടെ അസാധാരണ നടപടി. ഇരയുടെ ഭാഗം കേൾക്കാതെ പ്രതികൾക്ക് ജാമ്യം നൽകിയതിൽ വീഴ്ച പറ്റി എന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ബെഞ്ചിന്റെ നടപടി. ഇതിനിടെ 50 ലക്ഷം രൂപ അഭിഭാഷകന് നൽകിയെന്ന് പ്രതികളിലൊരാൾ പറയുന്നത് കേട്ടതായി മുൻ പഞ്ചായത്ത് അംഗം ബിനു സി മാത്യുവിന്റെ വെളിപ്പെടുത്തൽ പുറത്തുവന്നു. ഹൈക്കോടതി വിജിലൻസിനും കമ്മീഷണർക്കും മൊഴി നൽകിയെന്നും ബിനു സി മാത്യു പറഞ്ഞു. ജഡ്ജിമാരുടെ പേരിൽ അഭിഭാഷകനായ സൈബി ജോസ് കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഹൈക്കോടതിയുടെ അസാധാരണ നടപടി. പത്തനംതിട്ട സ്വദേശി ബാബുവിന്റെ ഹർജിയിലാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ 2022 ഏപ്രിൽ 29 താൻ പുറപ്പെടുവിച്ച ഉത്തരവ് പുനഃപരിശോധിച്ചത്. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം റാന്നി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചത് ഇരയുടെ വാദം കേൾക്കാതെയാണെന്നായിരുന്നു പരാതി. പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജി വന്നതിന് പിന്നാലെ വാദിഭാഗത്തിന് നോട്ടീസ് നൽകാൻ കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ കേസ് പരിഗണിച്ചപ്പോൾ ഇരയുടെ വാദത്തിനായി അഭിഭാഷകർ ഉണ്ടായിരുന്നില്ല. കോടതി ഇക്കാര്യം ആരാഞ്ഞപ്പോൾ നോട്ടീസ് നൽകിയിരുന്നു എന്നായിരുന്നു പ്രോസിക്യൂഷൻ മറുപടി. എന്നാൽ നോട്ടീസ് നൽകിയിരുന്നില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. തുടർന്നാണ് CRPC 482 പ്രകാരം മുൻ ഉത്തരവ് തിരിച്ചു വിളിക്കുന്നതായി ജസ്റ്റിസ് സിയാദ് റഹ്മാൻ അറിയിച്ചത്. പ്രതികൾക്ക് വേണ്ടി സൈബി ജോസ് കിടങ്ങൂറായിരുന്നു അന്ന് ഹാജരായത്. ഇരയ്ക്ക് നോട്ടീസ് നൽകുന്നതിൽ അട്ടിമറി ഉണ്ടായോ എന്ന് കോടതി പരിശോധിക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതികൾക്ക് വേണ്ടി സൈബി ജോസ് കിടങ്ങൂർ ഹാജരായ 2 കേസുകളും ഹൈക്കോടതി തിരിച്ചു വിളിച്ചു. ഇതിനിടെ 50 ലക്ഷം രൂപ കോഴ നൽകിയെന്ന് പ്രതികളിലൊരാൾ പറയുന്നത് കേട്ടെന്ന വെളിപ്പെടുത്തലുമായി മുൻ പഞ്ചായത്ത് അംഗം ബിനു സി മാത്യു രംഗത്തെത്തി.
100% ഇത് നിജസ്ഥിതിയാണെന്നും ജാതീയ പീഡനം നടന്നുവെന്നും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ റാന്നി DYSPയോട് SC/ST കമ്മീഷൻ ആവശ്യപ്പെട്ട് ഇവർക്കെതിരെ കേസെടുക്കണമെന്ന്. അങ്ങനെ 4 പേർക്കെതിരെ FIR ഇടുകയും FIR-ന്മേൽ പ്രതികളായ ബൈജു സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള 8-9 പേരെ ഹൈക്കോടതി പോയി ജാമ്യം നേടുകയും ചെയ്തു. അഡ്വക്കേറ്റ് സൈബി ജോസിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ K. സേതുരാമൻ. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠമായും നിഷ്പക്ഷമായും സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമാകും അഭിഭാഷകനെതിരെ FIR ഇടുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. 24 കൊച്ചി. ഹിന്ദു എന്നത് ഒരു ഭൂപ്രദേശത്ത് ജനിച്ചവരെ നിർണ്ണയിക്കുന്ന പദമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ ഹിന്ദു എന്ന് വിളിക്കണമെന്നും ഗവർണർ തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക കോൺക്ലേവിലാണ് ഗവർണറുടെ പ്രതികരണം. So I am sure you will recognize the significance of the word, of the term which you are using. Because don't forget that this name is associated. There have been many civilizations older than us, but this is the only continuous civilization. ഹിന്ദു കോൺക്ലേവ് ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനത്തിൽ കവി KS അച്യുതാനന്ദന് മറുപടിയുമായി ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി. സനാതന ധർമ്മം അന്ധവിശ്വാസമാകുന്നത് എങ്ങനെയെന്ന് ശ്രീകുമാരൻ തമ്പി ചോദിച്ചു. വിമർശനം നടത്തുന്നത് സ്വയം പ്രഖ്യാപിത ആഗോള കവികളെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരും ഞങ്ങളെ ബോയ്ക്കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതായാലും ഞങ്ങൾക്ക് ഞങ്ങളെ ബോയ്ക്കോട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. ഞങ്ങൾക്ക് സ്വയം പാടാമല്ലോ. സനാതന ധർമ്മം അന്ധവിശ്വാസമെന്ന് ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ അവൻ ശുദ്ധ വിവരദോഷിയാണ്. അതെത്ര വലിയ കാര്യമില്ല. ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന് പറഞ്ഞാൽ മേലെ ഒരു സോഷ്യലിസോ കമ്മ്യൂണിസോ ഇല്ല. അത് പറഞ്ഞവരാണ് നമ്മൾ സനാതനധർമ്മ വിശ്വാസികൾ. സ്വയംവരം സിനിമാ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട പണപ്പിരിവ് വിവാദത്തിൽ വിശദീകരണവുമായി തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ്. അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമാ വാർഷികാഘോഷത്തിന് പണം നൽകാനുള്ള അനുമതിയാണ് പഞ്ചായത്തുകൾക്ക് നൽകിയത്. താൽപ്പര്യമുള്ളവർ കൊടുത്താൽ മതിയെന്നും പിരിവ് അടിച്ചേൽപ്പിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. സിനിമാ വാർഷികാഘോഷങ്ങൾക്കായി പത്തനംതിട്ടയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 5000 രൂപ വരെ സംഭാവന നൽകാമെന്ന സർക്കാർ ഉത്തരവാണ് വിവാദത്തിലായത്. ഇത് സാധാരണഗതിയിൽ ചെയ്യാറുള്ളതാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കണമെങ്കിൽ സർക്കാരിന്റെ അനുമതി ആവശ്യമുണ്ട്. ആ അനുമതി എത്രയോ തവണ നൂറുകണക്കിന് സന്ദർഭങ്ങളിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോ ഈ ഭൂമിയിൽ ആദ്യമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത് പോലെയാണ് നിങ്ങൾ നിൽക്കുന്നുണ്ടപ്പോ എനിക്ക് തോന്നി. അടൂര് പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഒരാളാണല്ലോ, ലോകമറിയുന്ന ഒരു ചലച്ചിത്രകാരനാണ്. അവിടെ അങ്ങനെ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ താല്പര്യമുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? താല്പര്യമുള്ളവർ കൊടുത്താൽ മതി, അടിച്ചേൽപ്പിക്കുന്നില്ലല്ലോ. കാട്ടാന ഭീതി ഒഴിയാതെ ഇടുക്കി. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും അരിക്കൊമ്പന്റെ ആക്രമണം. ബിയൽറാവ് സ്വദേശി രാജേശ്വരിയുടെ വീട് ഭാഗികമായി തകർത്തു. 2 ദിവസമായി ഏലത്തോട്ടത്തിൽ തമ്പടിച്ചിരുന്ന കാട്ടാനക്കൂട്ടത്തെ തുരത്തിയെങ്കിലും മേഖലയിലെ ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. ബിയൽറാവിൽ കഴിഞ്ഞ 2 ദിവസത്തിൽ കൂടുതലായി തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടമാണ് ആ കടന്നു പോകുന്നത്. ഇതിപ്പോഴും ഈ മേഖലയിൽ ആശങ്ക പരത്തിക്കൊണ്ടേയിരിക്കുന്നു. രാജേശ്വരിയുടെ വീട് തകർത്തത് അരിക്കൊമ്പൻ എന്ന കാട്ടാനയാണ്. രാജേശ്വരിയും മകളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ആന ഇടിച്ചിട്ട ഭിത്തിയും കതകും ദേഹത്ത് വീണ് ചെറിയ പരിക്കേറ്റ രാജേശ്വരി ആശുപത്രിയിൽ ചികിത്സ തേടി. മകൾക്ക് പരിക്കില്ല. അക്രമകാരികളായ കാട്ടാനകളെ പ്രദേശത്ത് നിന്ന് പിടിച്ചുമാറ്റണമെന്നാണ് ജനപ്രതിനിധികളടക്കം വീണ്ടും ആവശ്യപ്പെടുന്നത്. അപ്പോൾ പല വീടുകളും കൃഷിയിടങ്ങളാണ് കൂടുതലും നശിപ്പിക്കുന്നത്. വീടുകൾ ഉൾപ്പെടെ കൃഷി സ്ഥലങ്ങൾ ഒരുപാട് നശിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതിന് ഈ 3 ആനകളെ പിടിച്ചു മാറ്റിയല്ലാതെ വേറെ ഒരു പോംവഴിയില്ല. കാട്ടാന ആക്രമണത്തിൽ തകർന്ന രാജേശ്വരിയുടെ വീട് വനം വകുപ്പ് അറ്റകുറ്റപ്പണി നടത്തി നൽകും. അതേസമയം ഒരാഴ്ചയായി ചിന്നക്കനാൽ മേഖലയിൽ തമ്പടിച്ചിരുന്ന കാട്ടാനക്കൂട്ടത്തെ RRT സംഘവും നാട്ടുകാരും ചേർന്ന് ആനീറങ്കൽ മേഖലയിലേക്ക് തുരത്തി. ഒത്തിരി പേര് വന്നിട്ട് ഓടിക്കാൻ പറ്റില്ലാതിരുന്ന് ഇന്ന് രാവിലെ ഞങ്ങൾ ഈ ചെറിയ ഒരു പടക്ക വെച്ചിട്ട് ഒരു സൗണ്ട് മാത്രം, ഒരു സത്തം മാത്രം ഉണ്ടാക്കിയിട്ട് ആനയെ ഇവിടെ വരെ എത്തിച്ച് ചേർത്തിരിക്കുകയാണ്. ഒരാഴ്ച കാലമായി ബിയൽറാമിനെ ഭീതിമനയിൽ ആഴ്ത്തിക്കൊണ്ട്
ഇവിടെ തോട്ടമേഖലയെ മൊത്തത്തിൽ തകർത്ത് നശിപ്പിച്ച് ഏക്കർ കണക്കിന് പുരയിടങ്ങൾ നശിപ്പിച്ച കാട്ടാനയെ ഇന്ന് RRTയുടെയും നാട്ടുകാരുടെയും ശ്രമഫലമായി വളരെ വിജയകരമായി അതിനെ തുരത്തി ഓടിക്കാൻ കഴിഞ്ഞു. കാട്ടാനക്കൂട്ടത്തെ തുരത്തിയെങ്കിലും ഒറ്റയാന്മാർ ഇപ്പോഴും ഈ മേഖലയിൽ തന്നെ കറങ്ങുന്നുണ്ട്. സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ജെറുസലേമിലെ ആരാധനാലയത്തിൽ ഉണ്ടായ വെടിവെപ്പിൽ 7 പേർ കൊല്ലപ്പെട്ടു. അക്രമി പോലീസുമായുള്ള വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. ജെറുസലേമിലെ ജൂതപ്പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയ വിശ്വാസികൾക്ക് നേരെയാണ് വെടിവയ്പുണ്ടായത്. 5 പുരുഷന്മാരും 2 സ്ത്രീകളുമാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 15 വയസ്സുള്ള ആൺകുട്ടിയുമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. അക്രമി പോലീസുമായുള്ള വെടിവയ്പിൽ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം വെസ്റ്റ് മിനിസ്റ്ററിലെ ജനനിൽ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ റെയ്ഡിൽ 9 പലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടിരുന്നു. സൈനിക നടപടിക്കെതിരെ പലസ്തീൻ സർക്കാർ കടുത്ത വിമർശനമാണ് രേഖപ്പെടുത്തിയത്. ഇതിനു പിന്നാലെയാണ് ഇസ്രായേലിലെ ആരാധനാലയത്തിൽ ആക്രമണമുണ്ടായത്. ജനനിലുണ്ടായ ആക്രമണങ്ങൾക്കെതിരായ സ്വാഭാവിക പ്രതികരണമെന്നാണ് ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹമാസിന്റെ പ്രതികരണം. തീവ്രവാദ സംഘടനയായ ഇസ്ലാമിക് ജിഹാദും ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. ജനങ്ങൾ സംയമനം പാലിക്കണമെന്നും നിയമം കയ്യിലെടുക്കരുതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ആഹ്വാനം ചെയ്തു. വെടിവയ്പിനെ അപലപിച്ച് അമേരിക്കയും ബ്രിട്ടനും രംഗത്തെത്തി. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ഉച്ചവാർത്ത തുടരുന്നു. ത്രിപുരയിൽ സീറ്റ് ധാരണ ലംഘിച്ച് കോൺഗ്രസ് 17 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഫോർവേഡ് ബ്ലോക്കിന്റെയും RSPയുടെയും സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. 13 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും എന്നായിരുന്നു ധാരണ. സീറ്റ് ചർച്ചകളിൽ ഭിന്നത നിലനിൽക്കുമ്പോഴായിരുന്നു CPIM 43 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് തിപ്രമോദെ അറിയിച്ചു. പ്രത്യേക സംസ്ഥാനം വേണമെന്ന ആവശ്യം BJPയും അംഗീകരിക്കാത്തതോടെയാണ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന നിലപാടിൽ തിപ്രമോദെ എത്തിയത്. 48 സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക BJP പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി മാണിക് സാഹയും മത്സരിക്കും. ബജറ്റിൽ കണ്ണും നട്ട്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലായിരിക്കും വരാനിരിക്കുന്ന ബജറ്റിലെ നികുതി വർധനയെന്ന ധനമന്ത്രി KN ബാലഗോപാൽ. നിലവിലുള്ള ക്ഷേമ പദ്ധതികൾ തുടരും. 3 വർഷമായി നികുതിയും സർവീസ് ചാർജും വർദ്ധിപ്പിച്ചിട്ടില്ല. മുന്നോട്ടു പോകാൻ മൂലധനം അത്യാവശ്യമാണ്. കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും ബാധ്യത സർക്കാരിന്റെ പേരിലാക്കി സംസ്ഥാനത്തെ അഗാധ ഗർത്തത്തിൽ കൊണ്ടു തള്ളാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും KN ബാലഗോപാൽ 24നോട് പറഞ്ഞു. പൊതുവിൽ നമുക്ക് വളരെ പരിമിതമായ സോഴ്സേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ വലിയ തോതിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ നമ്മുടെ സ്റ്റേറ്റ് മുന്നോട്ട് പോയേ പറ്റൂ. കിഫ്ബിക്ക് 18,000 കോടിയിലധികം തുക ഈ 1.5 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് നമ്മൾ ചിലവാക്കിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒറ്റയടിക്ക് സംസ്ഥാനത്തിൻ്റെ കടഭാരത്തിൻ്റെ മേളിലേക്ക് വന്നാൽ ആകെ സംഗതി വല്ലാതെ ബുദ്ധിമുട്ടാവും. വലിയ കർശനമായ സാമ്പത്തിക ഞെരുക്കം കൊണ്ടുവരാൻ കേന്ദ്രം ശ്രമിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജനകീയമായിട്ട് തന്നെ ഇക്കാര്യം കൊണ്ടുപോകാൻ പറ്റും. സംസ്ഥാനം അതിഗുരുതര ധനപ്രതിസന്ധിയിൽ എന്ന് UDF ധവളപത്രം. മോശം നികുതി പിരിവും ധൂർത്തും അഴിമതിയും വിലക്കയറ്റവും സാമ്പത്തികമായി കേരളത്തെ തകർത്തെന്നും ധവളപത്രം കുറ്റപ്പെടുത്തുന്നു. ഈ നിലയ്ക്ക് മുന്നോട്ടു പോയാൽ സംസ്ഥാനത്തിന്റെ കടം ഭാവിയിൽ 4 ലക്ഷം കോടിയിലെത്തുമെന്നും ധവളപത്രം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഫെബ്രുവരി 3 സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെയാണ് പ്രതിപക്ഷം ധവളപത്രം പുറത്തിറക്കുന്നത്. UDF ഉപസമിതിയാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതിരൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നതെന്നാണ് ധവളപത്രം ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാനത്തിന്റെ കടവും ആഭ്യന്തര ഉൽപ്പാദനവും തമ്മിലുള്ള അനുപാതം 39.1%. റിസർവ് ബാങ്ക് പ്രവചിച്ചതിനേക്കാൾ കൂടുതലാണിതെന്നും ധവളപത്രം പറയുന്നുണ്ട്. രാജ്യത്തെ വലിയ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ സംസ്ഥാനമായ കേരളത്തിൽ കടവും ആഭ്യന്തര ഉൽപ്പാദനവും തമ്മിലുള്ള ഈ അനുപാതം അപകടകരമായ സ്ഥിതിയിലാണെന്നും പ്രതിപക്ഷത്തിന്റെ ധവളപത്രത്തിലുണ്ട്. ഇതേ സ്ഥിതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സംസ്ഥാനത്തിന്റെ കടം ഭാവിയിൽ 4 ലക്ഷം കോടിയിലെത്തുമെന്നും ധവളപത്രം വിലയിരുത്തുന്നു. 3,419 കോടി മാത്രം പക്കലുള്ള കിഫ്ബി എങ്ങനെ 50,000 കോടി രൂപയുടെ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കുമെന്നും UDFന്റെ ധവളപത്രം ചോദിക്കുന്നു. സാധാരണക്കാരെ മറന്നുള്ള പ്രവർത്തനമാണ് സർക്കാരിൻ്റെതെന്നും ധവളപത്രം കുറ്റപ്പെടുത്തുന്നുണ്ട്. സംസ്ഥാനത്ത് മുടങ്ങിയ പദ്ധതികൾ അക്കമിട്ട് നിരത്തുന്ന ധവളപത്രം കേന്ദ്ര സർക്കാരിന്റെ വികലമായ സാമ്പത്തിക നയങ്ങളെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. കട്ടപ്പുറത്തെ കേരള സർക്കാർ എന്ന് പേരിട്ടിരിക്കുന്ന ധവളപത്രം പ്രതിപക്ഷം ഇന്ന് പുറത്തിറക്കും. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഫെബ്രുവരി 1 മുതൽ വൈദ്യുതി നിരക്ക് കൂടും. യൂണിറ്റിന് 9 പൈസയുടെ വർധനയുണ്ടാകും. ഇന്ധന സർചാർജ് ഈടാക്കാൻ KSEBിക്ക് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. കഴിഞ്ഞ വർഷം ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ KSEB പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയതിൽ റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ചതിനേക്കാൾ 87 കോടി രൂപ അധികമായി ചെലവായി.
ഇത് സർചാർജായി യൂണിറ്റിന് 14 പൈസ വെച്ച് ഈടാക്കണമെന്നായിരുന്നു KSEBയുടെ ആവശ്യം. തെളിവെടുപ്പ് നടത്തിയ ശേഷം നിരക്ക് യൂണിറ്റിന് 9 പൈസ വർദ്ധിപ്പിക്കാൻ കമ്മീഷൻ അനുമതി നൽകി. ഫെബ്രുവരി 1 മുതൽ മെയ് 31 വരെയാണ് കാലാവധി. എന്നാൽ 1000 വാട്ട്സ് വരെ കണക്റ്റഡ് ലോഡുള്ളതും പ്രതിമാസം 40 യൂണിറ്റിൽ കവിയാതെ ഉപയോഗമുള്ളതുമായ ഗാർഹിക ഉപഭോക്താക്കളെ ഇന്ധന സർചാർജിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. രാജ്യത്ത് നിലനിന്ന കൽക്കരിക്ഷാമം മൂലം വൈദ്യുതി ഉൽപ്പാദന രംഗത്തുണ്ടായ പ്രതിസന്ധിയാണ് കേരളത്തെയും ബാധിച്ചതെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. താപവൈദ്യുത നിലയങ്ങളെല്ലാം ഇപ്പോഴും ഇറക്കുമതി ചെയ്ത കൽക്കരി ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇതിനു മുമ്പുള്ള കാലങ്ങളിലെ സർചാർജ് അനുവദിക്കണമെന്ന ബോർഡിന്റെ അപേക്ഷ കമ്മീഷൻ തള്ളി. 2022 ജനുവരി മുതൽ മാർച്ച് വരെ 16 കോടി അധികം ചെലവായി എന്നതുൾപ്പെടെയുള്ള അപേക്ഷകളാണ് കമ്മീഷൻ തള്ളിയത്. 24 തിരുവനന്തപുരം. എറണാകുളം കാലടി കാഞ്ഞൂരിൽ ഭാര്യയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ലൈംഗിക അതിക്രമം നടത്തി ഭർത്താവിന്റെ ക്രൂരത. തമിഴ്നാട് തെങ്കാശി സ്വദേശി രത്നാവതിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് മഹേഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി 10 മണിയോടെ കാലടി പോലീസ് സ്റ്റേഷനിലെത്തിയ തമിഴ്നാട് സ്വദേശി മഹേഷ് കുമാർ ഭാര്യ രത്നാവതിയെ കാണാനില്ലെന്ന് പരാതി നൽകി. ഇയാളുടെ മൊഴിയിൽ സംശയം തോന്നിയ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു. ഇവർ താമസിക്കുന്ന വീട്ടിലെത്തി. തുടർന്നാണ് താൻ ഭാര്യയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയെന്നും മൃതദേഹം തൊട്ടടുത്ത ജാതിക്കാത്തോട്ടത്തിലുണ്ടെന്നും പ്രതി പോലീസിനോട് പറഞ്ഞത്. കൂടുതൽ പരിശോധനയിലും ചോദ്യം ചെയ്യലിലുമാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. കൊലപാതകത്തിനു ശേഷം പ്രതി മഹേഷ് കുമാർ ലൈംഗിക അതിക്രമം നടത്തിയിട്ടുണ്ടെന്നും പത്മാവതിയുടെ മൃതദേഹം നഗ്നമായ നിലയിലാണ് കണ്ടെത്തിയതെന്നും പോലീസ് പറയുന്നു. കൊലപാതക കുറ്റം കൂടാതെ ലൈംഗിക അതിക്രമം, മൃതദേഹത്തോട് അനാദരവ് തുടങ്ങി കൂടുതൽ വകുപ്പുകൾ പ്രതിക്കെതിരെ ചുമത്തും. ഇരുവരും കാലടി കാഞ്ഞൂരിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. സംശയമാണ് കൊലപാതക കാരണമെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. പത്മാവതിയുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 24 കൊച്ചി. കോഴിക്കോട് കായക്കൊടിയിൽ അയൽവാസികളുടെ ദുരൂഹ മരണത്തിന്റെ ചുരുളഴിയുന്നു. ബാബുവിനെ കൊലപ്പെടുത്തിയ ശേഷം അയൽവാസിയായ രാജീവൻ തൂങ്ങി മരിച്ചെന്നാണ് പോലീസിന്റെ നിഗമനം. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ ചെയ്ത രാജീവന്റെ കാലിൽ രക്തക്കറ കണ്ടെത്തിയതാണ് നിർണായകമായത്. വ്യാഴാഴ്ച രാവിലെയാണ് ഹോട്ടൽ തൊഴിലാളിയായ ബാബുവിനെ വീട്ടിൽ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് വയർ കീറിയ നിലയിലായിരുന്നു. തൊട്ടുപുറകെ അയൽവാസിയായ രാജീവിനെ വീട്ടിലെ വിറകുപുരയിൽ തൂങ്ങിമരിച്ച നിലയിലും കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബാബുവിനെ കൊലപ്പെടുത്തിയ ശേഷം രാജീവൻ തൂങ്ങി മരിച്ചതാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. രാജീവിന്റെ കാലിൽ പുരണ്ട രക്തം ബാബുവിൻ്റെതാണെന്നും കണ്ടെത്തി. രക്തത്തിന്റെ അംശം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. കൊലപാതകത്തിന് ഉപയോഗിച്ച വെട്ടുകത്തി രാജീവന്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ രാജീവൻ ബാബുവിനെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇരുവരുടെയും മൃതദേഹം സംസ്കരിച്ചു. 24 കോഴിക്കോട്. കാൽപന്ത് പ്രേമികളുടെ തട്ടകമായ കോഴിക്കോട് ഇനി ഹീറോ ഐ ലീഗിന്റെ പോരാട്ട ഭൂമി. കോഴിക്കോടിന്റെ ഫുട്ബോൾ ആരാധകർക്ക് മുന്നിൽ ഗോകുലം കേരള FC-യും കെങ്ക്രെ FC-യും നേർക്കുനേർ. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന് നാളെ വൈകുന്നേരം 4:30 മുതൽ 24-ൽ തത്സമയം. കൊച്ചിയിൽ പുതിയ സ്റ്റേഡിയം പണിയാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. രാജ്യാന്തര സ്റ്റേഡിയത്തിനായി 30 ഏക്കർ വരെ വാങ്ങാനാണ് തീരുമാനം. അടുത്ത മാസം 28-ന് മുൻപ് താൽപര്യപത്രം നൽകണമെന്നാണ് KCA നൽകിയ പരസ്യത്തിൽ പറയുന്നത്. കൊച്ചിയിൽ പുതിയ രാജ്യാന്തര നിലവാരമുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കാനാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ തീരുമാനം. 20 മുതൽ 30 ഏക്കർ വരെ സ്ഥലം ആവശ്യപ്പെട്ട് KCA പത്രപരസ്യം നൽകി. സ്ഥലം വിട്ടു നൽകാൻ താൽപ്പര്യമുള്ളവർ അടുത്ത മാസം 28-ന് മുൻപായി തിരുവനന്തപുരത്തെ KCA ഓഫീസുമായി ബന്ധപ്പെടണമെന്നാണ് പരസ്യത്തിൽ പറയുന്നത്. GCDAയുടെ ഉടമസ്ഥതയിലുള്ള കലൂർ സ്റ്റേഡിയത്തിൽ മുൻപ് മത്സരങ്ങൾ നടന്നിരുന്നുവെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും ഫുട്ബോൾ മത്സരങ്ങൾക്കായി സ്റ്റേഡിയം മാറ്റിവച്ചിരിക്കുകയാണ്. കേരള സർവകലാശാല ഉടമസ്ഥതയിലുള്ള കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം പാട്ടത്തിലെടുത്തായിരുന്നു KCA മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സ്വന്തമായി ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന ആവശ്യവുമായി KCA മുന്നോട്ടു പോകുന്നത്. നേരത്തെ സ്റ്റേഡിയത്തിനായി KCA കൊച്ചിയിൽ സ്ഥലം കണ്ടെത്തിയിരുന്നുവെങ്കിലും വിവാദങ്ങളെ തുടർന്ന് തീരുമാനം നടപ്പായിരുന്നില്ല. 24 കൊച്ചി. ഇതോടെ ഉച്ചവാർത്ത പൂർത്തിയാവുകയാണ്. ഇനി പ്രാദേശിക വാർത്തകളുമായി സ്മിതയെത്തും. നമസ്കാരം.